ഹലോ. ഹലോ. എന്താടി? അതെ, ഓയ്, എനിക്കില്ല കോയി. അനക്ക് എന്താ ഉള്ളത്? ഒന്നുമില്ല. എന്തുപറ്റി? ഞാൻ റൊമാൻസ് ആവാന്നത് നിങ്ങൾ അതിനും സമ്മതിച്ചില്ല, മിണ്ടത്തില്ല. ഷ്യോ, എൻ്റെ കുട്ടി അതിന് വന്നതാ? അത് പറയണ്ടേ മുന്നേ? അതാരെങ്കിലും മുന്നേ പറയോ പൊട്ടൻ? അത് എനിക്കറിയണ്ടേ. ഞാൻ വിചാരിച്ചു ഈ എന്നെ കളിയാക്കാൻ വേണ്ടി എന്തെങ്കിലും പറയാൻ വന്നായിരിക്കും. ഞാൻ അതുകൊണ്ടല്ലേ അതിനൊന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത്. സോറിടോ. പിന്നെ എന്നതായിരുന്നു പറയാൻ ഉദ്ദേശിച്ചത്? അത് പറയും. മറന്നുപോയി. ഷോ, വലിയ കഷ്ടമായി പോയി. അങ്ങനെ ഇന്നത്തെ ദിവസം പോയില്ലേ? അതാണോ കുറച്ച് മുന്നേ ഈനെ വിളിച്ചപ്പേ നിന്റെ അതിങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്ന് എന്താ? അതെനിക്ക് ഇഷ്ടം കൂടിയുണ്ടോ? ഞാനിങ്ങനെ ആലോചിച്ചുകൾ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കണേ? പിന്നെ എന്തെങ്കിലും ഞാൻ ചെയ്തു കൂട്ടി വെച്ചിട്ടുണ്ടോ കുറച്ച്? അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചു. ശരിക്കും എന്തായിരുന്നു? അതെ, നമ്മ കൊറേ നാളായില്ലേ ഇങ്ങനെ കണ്ണും കണ്ണൊക്കെ നോക്കിയിരുന്നിട്ട്. എനിക്ക് ഇത്രയും കാലമായിട്ട് കണ്ണും കണ്ടും നോക്കിയിരുന്നിട്ട് എൻ്റെ പൂതി കിടന്നിട്ടില്ലേ? തുടക്കം തൊട്ടേ ഇങ്ങനെയായിരുന്നല്ലോ. എന്ന് വിളിക്കുമ്പോൾ കാക്കോയി നമുക്ക് കണ്ണും കണ്ണും നോക്കിയിരിക്കാം, നല്ല രസമാണ്. നിങ്ങൾ അതിനാ ചിരിക്കൂലേ? എന്നെ കാണുമ്പോ പറയും ചിരി വരുന്നു ചിരി വരുന്നു. പിന്നെ ചിരി വരില്ല? എൻ്റെ ഒരു കോമാളിത്തരം കാണുമ്പോൾ ചിരിക്കില്ല? ആരാണ്? ഞാൻ മാത്രമാണോ ചിരിക്കണേ? നിങ്ങൾ മാത്രമേ ചിരിക്കാം. ആദ്യം ചിരി വരില്ലായിരുന്നു, പിന്നെ 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 എന്തോ അങ്ങ് ചിരി വന്നു പോകും. ചിരിച്ചില്ലെങ്കിലും ചിരിക്കും. എന്താന്നറിയില്ല. അല്ല, ഇപ്പൊ എന്താ അങ്ങനെ തോന്നാൻ കാരണം? എന്താന്നറിയില്ല, ദൂരായോണ്ടാന്ന് തോന്നുന്നുണ്ട്. ഭയങ്കര സ്നേഹം കൂടിയിട്ടുണ്ട്. അത് വേറെ ഒന്നിനും അല്ല വാവേ. പിന്നെ അതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യത്തിനാ. അതെന്താ? നമുക്ക് രണ്ടാൾക്കും നന്നായിട്ട് അറിയാം ആവശ്യം. അതെന്താ? നമ്മൾ അടികൂടാനായിരിക്കും. നീ എപ്പോഴും പറയാറില്ലോ നമ്മൾ നന്നായിട്ട് കുറച്ചു നേരം സംസാരിച്ച പിന്നെ പെട്ടെന്ന് നമ്മൾ അടികൂടുന്നു. അതിനിപ്പോ എന്താ, പെട്ടെന്ന് ഇണങ്ങണ്ടല്ലോ. ഇണങ്ങുന്നത് കുഴപ്പമില്ല, പിണങ്ങുന്നതാണ് വിഷയം. അതെന്താ, സ്നേഹമുള്ളിടത്തോ തല്ലൊക്കെ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെയാണോ? അങ്ങനെയാണ്. തല്ലില്ലെങ്കിലേ ആ സ്നേഹക്ക് അഭിനയോ. അപ്പൊ ഈ അങ്ങനെയാണല്ലേ മനസ്സിലാക്കി വെച്ചിരിക്കണേ? അങ്ങനെയാണെന്ന് എനിക്കറിയാം. സ്നേഹമില്ലാത്തവർക്ക് സ്നേഹമില്ലാത്തവർക്ക് അങ്ങനല്ല പോയി പറയുവേ. സ്നേഹമുള്ളവർക്കേ ഒരു ഇതുണ്ടാവും, തല്ലൂടൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടാവുക? അങ്ങനെയൊക്കെ ഉണ്ട്. സ്നേഹമില്ലെങ്കിൽ തല്ലൂടെ ഒന്നും ചെയ്യില്ല, ഇങ്ങനെ അഭിനയം പോലെ ഇരിക്കും. ശരിക്കും? ശരിക്കും. ഞാൻ അങ്ങനെയൊന്നുമല്ല പൊതുവെ കണ്ടിട്ടുള്ളത്. എനിക്ക് സ്നേഹം കൂടിയാലും ഇങ്ങനെയൊക്കെ ചെയ്യാം, എനിക്ക് സ്നേഹം ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. ഓ, എന്നും പറഞ്ഞ ഈ ദേഷ്യപ്പെടല്ലേ? ദേഷ്യം വിട്ടില്ലല്ലോ. എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ എനക്ക് ഭയങ്കര ദേഷ്യം. പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു കാര്യം ചോദിക്കാറുമില്ല. അതെന്താ? എനിക്ക് വയ്യ അടികൂടാൻ. ഒരു 5 മിനിറ്റ് ഒക്കെ അല്ലേ ദേഷ്യം ഉണ്ടാവത്തുള്ളൂ. ഈ കരയുമ്പോൾ പിന്നെ ദേഷ്യമൊന്നും വരില്ലല്ലോ. അപ്പൊ പിന്നെ എല്ലാം വേണ്ടാന്ന് വെക്കത്തില്ലേ? ശരിക്കും ശരിക്കും ഒന്നും പറയണ്ടെന്ന് പോലും തോന്നിപ്പോവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അങ്ങനെ തന്നെ തോന്നും. ഞാനുണ്ടല്ലോ ഒരു സ്വപ്നം കണ്ടിട്ടോ. എന്താ? നമ്മളെ തല്ലിപ്പിരിയണത്. അതൊന്നും നടക്കാൻ പോണില്ല. അതെന്താ? അതെന്താന്ന്? അതെന്താന്ന് ചോദിച്ചാലേ, ആ, എന്റെ ഭാഗത്തെറ്റിച്ചാല് ഞാൻ വന്ന് സോറി പറയും. എൻ്റെ ഭാഗത്താണെങ്കിൽ ഞാൻ പറയത്തതേ ഇല്ല. അത് നിങ്ങളെ തോന്നല് മാത്രം, നിങ്ങൾ പെട്ടെന്ന് ഒന്ന് സോറി പറയും. ഇപ്പൊ നോക്കാം. നോക്കാം. എന്തേ അനക്ക് പറയാൻ പിന്നെ എനിക്ക് പ്രവർത്തിച്ചൂടെ? ഇതുവരെയുള്ള ജീവിതത്തിലേ അങ്ങനെ തന്നെ ആയിരുന്നു. ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി കേട്ടോ. അത് മാറ്റണ്ടേ? എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണ്ടേ? മാറ്റങ്ങളൊന്നും വരുത്തണ്ട കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഫോൺ വിളിക്കുന്നതും സംസാരിക്കുന്നതും മാത്രം പോരല്ലോ. അപ്പൊ നമുക്ക് ചേഞ്ച് ആക്കിയാലോ? വേണ്ട വേണ്ട വേണ്ട, ഇങ്ങനെ തന്നെ മതി എൻ്റെ പൊന്നാര മോളെ. അല്ല, ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? ഫോൺ വിളിക്കാണ്ട് സർപ്രൈസ് ആയിട്ട് ഞാൻ കൊടുത്ത് തരാം. വേണ്ട വേണ്ട, ഈ സർപ്രൈസ് ആയിട്ട് കത്തയച്ചാൽ മതി. വേണ്ടതില്ല.
അങ്ങനെ ആയിക്കോട്ടെടോ, എൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ അങ്ങോട്ട് വരും. വന്നോ ഞാൻ വരും. വന്നോടോ, ധൈര്യമായിട്ട് വാടോ. എൻ്റെ അടുത്തേക്കല്ല വരുന്നത്, വേറെ എങ്ങോട്ടല്ലല്ലോ പോകുന്നത്, അതുകൊണ്ട് സാരമില്ല. ഈ ധൈര്യമായിട്ട് വന്നോട്ടോ, ഉം. എന്തൊരു കുട്ടിയാട്ടോ.